അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി സെറ്റ് റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അത് കാർത്തി പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഇത് കണ്ട സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ട്. സവാള അരിയണം. ഇതെന്താണ് ചെമ്മീൻ മാരിനേറ്റ് ചെയ്തല്ല. എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു? ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടോ? മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യണം. ഇത് നമ്മൾ ജീരകശാല അരി കേട്ടോ ഉപയോഗിക്കുന്നത്. റോസ് കൈമ അല്ലെങ്കിൽ റോസ് കൈമയാണല്ലോ അല്ലേ കാർത്തി? ഭയങ്കര ഫ്ലേവറാണ്. പിന്നെ ഇത് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൂടെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചെമ്മീൻ വറുത്ത് കോരിയെടുത്ത് ഓവറായിട്ട് വറുത്തില്ലല്ലോ, ഡ്രൈ ഹാർഡായി പോകും കേട്ടോ, ഭയങ്കര ഹാർഡായി പോകും. 2 മിനിറ്റ്സ് മതി. നമ്മൾ ചെമ്മീൻ വറുത്ത ചീഞ്ചട്ടി ഉണ്ടല്ലോ, അത് തന്നെ കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്ത ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് വരും. ഈ എന്താ ചെയ്യണേ? ക്ലീനിങ് ദ വിൻഡോ. വെരി ഗുഡ്. അവിടെ അമ്മ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നു, കുട്ടി ഇതാ അവിടെ വീട്ടിലെ ഡോറൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു. വെരി ഗുഡ് സിയ, വെരി ഗുഡ്. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. നോ ടേക്കിംഗ് വീഡിയോ. ഗ്രേവി ആയി വരുന്നുണ്ടല്ലേ. ഇത് തക്കാളി നല്ലോണം വരുന്നതിന് ശേഷം നമ്മുടെ പ്രോൺസ് ഇതിലിടാം അല്ലേ? ഓക്കെ. നല്ല മണം വരുന്നുണ്ട് കാർത്തി പ്രോൺസിന്റെ. വിശക്കാൻ തുടങ്ങി. വേഗാക്ക്. അരി തിളപ്പിക്കാനുള്ള വെള്ളം ഇട്ടോ ഗൈസ്. അപ്പൊ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ചെമ്മീന്റെ തലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വെള്ളത്തിലിട്ടിട്ട് വേവിക്കുവാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇവൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ വെക്കുവാണെങ്കിൽ ചെമ്മീൻ്റെ തലയും ചെമ്മീനും ചിലപ്പോൾ പട്ടയും കരാമ്പ് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇട്ടിട്ട് ഈ വെള്ളത്തിനെ കുറച്ചുകൂടി ഫ്ലേവർ ആക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കാഷ്നട്ട് വറക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഗ്രേപ്സ് എന്താണ് മുന്തിരിയില്ലേ, അത് വറക്കാം. ഈ സവോള വറക്കണം. അങ്ങനെ ഇതൊക്കെ വറുത്ത് മാറ്റി വയ്ക്കുക. നമ്മുടെ ചെമ്മീൻ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ആ ഓയിലൊക്കെ കണ്ടോ പുറത്ത് വരുന്നത്. ആ ഗ്രേവി പെർഫെക്റ്റ് കേട്ടോ, പെർഫെക്റ്റ്. അപ്പം നമ്മൾ ഉപ്പ് മുളക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സാധനം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓഫാക്കിക്കോ, അല്ലെങ്കിൽ റബ്ബറിഷ് ആവട്ടെ അത്, അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം കുക്ക് ആയിട്ടുണ്ട്. ഇതാണ്ടോ നമ്മൾ സെറ്റപ്പ്. ഇത് ഇവിടെ ചെമ്മീൻ റെഡി ആവുന്നുണ്ട്. ഇത് അരി വേവിക്കാനുള്ള വെള്ളം ഇത് ഇവിടെ നമ്മുടെ കാഷ്നട്ട് ഉള്ളിലേക്ക് വറക്കുന്നുണ്ട്. നമ്മൾ അരി ഇങ്ങനെ ഇട്ടിട്ടേ ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്യും. അത് എന്തിനാന്ന് വെച്ചാൽ അരി പൊട്ടിപ്പോവില്ല, പിന്നെ നല്ല ഫ്ലേവറും കിട്ടും, പിന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിലും ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തോട്ടാ. സംഭവം വർക്കൗട്ടാവും. നമ്മുടെ ബിരിയാണിക്കുള്ളത് ചോറ് വെന്തിട്ടോ. ഇനി നമ്മളിതിനെ ലെയർ അടിച്ച് ദമ്മി, അത്രേ ഉള്ളൂ പരിപാടി, സിമ്പിൾ. അപ്പം നമ്മൾ കുറച്ച് നെയ്യിട്ടിട്ട് കുറച്ച് ചോറെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറ് അതിൽ വെച്ചു. ശരിക്കും നെയ്യിട്ട് അടി ലെയറൊക്കെ ചെയ്ത് ചോറൊക്കെ ഫുള്ളായി മാറ്റണം. മടി കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ചെമ്മീൻ ലെയർ ചെയ്യുന്നു, അതിൻ്റെ മേലെ അടുത്ത ലെയർ ചോറെടുത്തും പരിപാടി ക്ലോസ്. കുറച്ച് ഗരം മസാല ഇടുന്നുട്ടോ ഗൈസ്, കുറച്ച് സ്മെല്ലിനും ആ ഫ്ലേവറിനും. നമ്മളിനി ലെയർ അടിക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് മല്ലിയില. ഒരാളെ വീഡിയോ എടുക്കണതിൻ്റെ ക്യാമറ ഓൺ ചെയ്യൂ. ഇട്ടോ അടിപൊളി. ഔട്ട് ഓഫ് ഫോക്കസ് ആയല്ലോ. കറക്റ്റ്. ഗ്രേവിയൊക്കെ പഠിച്ചെടുക്കട്ടാ, ഫുള്ള് ഫ്ലേവറാണ്. പരത്തി കൊടുക്കുക. ലെയർ ചെയ്യാനുള്ള ടോപ്പ് ലെയർ എല്ലാം ചോറാട്ടോ. കുറച്ച് ഗ്രേവി ഇട്ട് കൊടുത്തിട്ടേ കുറച്ച് പോരാ കറുത്തി? അയ്യോ ഫുള്ള് പോയാ കുഴപ്പമില്ല. അമ്മ ഫുള്ള് ഇട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിപൊളി. നമ്മൾ പോരട്ടെ. പുള്ളിക്കാരി അവിടെ ക്യാമറ വെച്ചിട്ടേ ഇതെടുക്കാൻ മറന്നു പോയത്. എന്താ ചെയ്യാം, കുഴപ്പമില്ല. ഈ വീഡിയോ തരാം. ഇതെടുത്ത് അതിലിട്ട് പിടച്ചോ. ഇത് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? എന്നിട്ടേ രാവിലെ 2 ഇഡ്ഡലി കഴിച്ചുള്ളൂ. ഇത് മതി, കുഴപ്പമില്ല. കുറച്ച് മതിയല്ല എൻ്റെ വക കിടക്കട്ടെ. ഇത് നമ്മൾ നേരെ അതിൻ്റെ മണ്ടക്കിട്ട് കൊടുക്കും. ഒരു കൈ പറ്റില്ല, 2 കൈ വേണം. ടേക്കിംഗ് 2 ഹാൻഡ്സ് ആൻഡ് പുട്ടിങ് ദ റൈസ്. കണ്ടോ, ഒരു ട്രൈപോഡ് ഇല്ലാതെ ഞാൻ ഒരു കൈ കൊണ്ട് ഒരു ചട്ടിയും തൂക്കി പിടിച്ച് റൈസ് ഇട്ടുണ്ട്. ഇങ്ങനെയാണ് വീഡിയോ എടുക്കുക. ഇവിടെ ഒരു ട്രൈപോഡൊക്കെ വെച്ചിട്ട് പോലും പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി ഒരു 5 മിനിറ്റ്സ് ദമ്മി, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എൻ്റെ ഫുള്ള് വീഡിയോ പുള്ളിക്കാരൻ്റെ ചാനൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി പുള്ളിക്കാർ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. നല്ല ആർത്തി അവർക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളി. വിശന്നിട്ട് വെള്ളയുടെ കറുതി വേഗമാക്കിക്കോ.
അപ്പോൾ ഭയങ്കര സിമ്പിൾ റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം. എന്താ കാർത്തി? ബാക്കി കഴിച്ച് നോക്കിയിട്ട് പറയാം. ബൈ. നിനക്കില്ല ബിരിയാണി കേട്ടാ, ഞാൻ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാം. അവിടെ നിൽക്ക്. എനിക്ക് വെച്ചിട്ട് പാടില്ല. അവിടെ നിൽക്കട്ടെ. ഇത്ര ചെറിയ കരണ്ടി കിട്ടിയത് നിനക്ക്, കുറച്ച് വലുതെടുക്കാൻ പാടില്ലേ? അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി സെറ്റ് റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി ചാനലുണ്ട്. നമ്മുടെ ചാനലിൽ പണ്ട് ചെയ്തിട്ടില്ല നമ്മൾ ഈ റെസിപ്പി അല്ലേ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പോൾ ബൈ. കഴിക്കട്ടെ, വിശന്നിട്ട് പാടില്ല. ഓക്കെ, താങ്ക് യു.